ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം കുറച്ച് അഭിപ്രായങ്ങൾ, എൻ്റെ വിമർശനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, ടി വിയിലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ വായിച്ചു, ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നു. അതിനുശേഷം അപ്പം തന്നെ അറിയുന്നു അദ്ദേഹമല്ല, അവനെ പിടിച്ചു കൊണ്ടുപോയി വീണ്ടും ജയിലിലേക്ക്. ഇവനെ ജയിലിലേക്ക് അവൻ എന്തായാലും പുറത്തിറങ്ങി. അവന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തു എന്ന് പറയാം. അവൻ്റെ ഡയറ്റ് അനുസരിച്ച് അവനെ ഭക്ഷണം ക്രമീകരിച്ച് ചപ്പാത്തിയോ എന്തൊക്കെ തിന്നവൻ സ്ലിമ്മാക്കി. അവൻ ജയിലിൻ്റെ കമ്പി വളച്ച് ഉപ്പിട്ട് അത് ദ്രവിപ്പിച്ച് അതൊക്കെ അറിയാം. അവനതിനൊക്കെയുള്ള ബുദ്ധിയുണ്ട്. അവൻ പ്രാന്താണ്, വിവരമില്ല, അവന് കഞ്ചാവാണ്, കള്ളാണ്, ബോധമില്ലാതെ ചെയ്താണെന്നൊക്കെ പറയണം. അപ്പോൾ അവന് ഇതെല്ലാം ചെയ്യാൻ ബോധം ഉണ്ടായല്ലോ. ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം ജയിലിൽ ജീവപര്യന്തമാണ് അവനെ വളർത്തണത്. ജയിലിൽ അവനെ വളർത്തിയിട്ട് അവൻ ചാടിയതിന് ശേഷം ഒരു മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു ആൺകുട്ടി അവൻ്റെ കാല് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ അവൻ്റെ നടുവ് തല്ലി ഓടിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്ര അമ്മമാർ, എത്ര സ്ത്രീകൾ, എത്ര പെൺകുട്ടികൾ, പെൺമക്കൾ സന്തോഷിച്ചേനെ. അവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചേനെ, നന്ദി പറഞ്ഞേനെ ചെയ്തവന് വേണ്ടിയിട്ട്. ഇത് ചെയ്യാതെ കൊണ്ട് അവനെ സുരക്ഷിതമായിട്ട് ഒന്ന് തോണ്ടാൻ പോലും ഒരാൾ ഇടിവെച്ച് കൊടുത്തു. അതുപോലെ അയ്യോ ചെയ്യല്ലേ, നിയമം അതാണ്. ഇവരുടെ തെറ്റുകൊണ്ട് പുറത്തിറങ്ങിയ ക്രിമിനലിനെ അത് സുരക്ഷിതമായിട്ട് അതിൻ്റെ അകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഇവരുടെ നിയമപാലകരുടെ ഡ്യൂട്ടിയാണ്. അത് അവർ ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. നാട്ടുകാരെ പിടിച്ചു കൊടുത്തു, അവരകത്ത് കൊണ്ട് സുരക്ഷിതമാക്കി. ഇതുകൊണ്ട് എന്ത് നേട്ടം? ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? അവന് നേട്ടം, അവൻ്റെ പിന്നിലുള്ളവർക്ക് നേട്ടം. ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന ഒരുപാട് നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ഗൾഫ് നാടുകളിലും നമ്മുടെ നാടുകളിലും ഒക്കെ. ഷാർജയിൽ ആ കുട്ടിയെ അതിക്രൂരമായിട്ട് വർഷങ്ങളോളമായിട്ട് പീഡിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള അവസ്ഥ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരവിടെ നിന്നത്. അവരുടെ പാരൻസിനും അവരുടെ മാതാപിതാക്കൾക്കും അവരെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള അവസ്ഥയില്ല. അപ്പോഴൊക്കെ ഇവന്മാർ കാല് പിടിക്കും, സ്ത്രീകളുടെ കാല് പിടിക്കും. അയ്യോ പോവല്ലേ, നിൽക്ക്, ഞാൻ ഇനിമേൽ ചെയ്യില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. അങ്ങനെ വീണ്ടും വീണ്ടും മാപ്പ് കൊടുത്ത് അവസാനം പെണ്ണ് തൂക്കിലേറി അല്ലെങ്കിൽ കയറ്റി. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് എന്താണ് സുരക്ഷിതത്വം ഉള്ളതെന്നോ ഒന്ന് പറഞ്ഞു തരാമോ? പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കണ്ടേ? അത്യാവശ്യം നമുക്ക് ജോലിക്ക് പോകണ്ടേ? ജോലിയെടുത്ത് ജീവിക്കണ്ടേ? അന്യനാടുകളിൽ പോയി ജീവിക്കണ്ടേ? ബാംഗ്ലൂരോ മൈസൂരോ ഇവിടെ ഇന്ത്യയിൽ തന്നെ ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നാൽ ഈ 2-3 ദിവസം ട്രെയിനിൽ എങ്ങനെ യാത്ര ചെയ്യും? ഇതുപോലെയുള്ള ഒരെണ്ണം മതിയല്ലോ. ഇതുപോലത്തെ ഒരെണ്ണം പോരെ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരാൺകുട്ടി ഇത്രയും പേരവിടെ കൂടിയപ്പോൾ അവരൊക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ട് അവൻ്റെ കാല് തല്ലി ഒടിച്ചിട്ട് അവനെ അതിൻ്റെ അകത്ത് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ മേലിൽ ഇവൻ ഈ പണി ചെയ്യില്ലായിരുന്നു. മേലിൽ ഇതുപോലെ അവൻ വീണ്ടും ഇറങ്ങിയത് കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. ഇതിൻ്റെ പിന്നിലുള്ളവരെ, അവന് വൈരാഗ്യമുള്ളവരെ, സൗമ്യയുടെ അമ്മേനെ ഒക്കെ അവൻ നോട്ടമിട്ടിരിക്കുവാണ്. എങ്ങനെ ജീവിക്കും? അവർക്ക് ഇനി മരണം വരെ ജീവിക്കണം. അവരുടെ ഒരു മകനുണ്ടായത് അതും മരിച്ചുപോയി എന്ന് പറയുന്നു. അവർക്ക് മരണം വരെ ജീവിക്കണം. ജീവൻ ദൈവം എടുക്കുന്നവരെ അവർക്ക് ജീവിക്കണം ഭൂമിയിൽ. എന്ത് സമാധാനത്തിൽ അവർ ജീവിക്കും? അവർക്ക് ആര് കൊടുക്കും? അവർക്ക് സെക്യൂരിറ്റി ആര് കൊടുക്കും? എവിടെ നിയമം? അവരുടെ സെക്യൂരിറ്റി ആര് കൊടുക്കും? ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള പോലെയുള്ള നിയമം ഇവിടെ വരണം എന്നാണ് എന്നെ പോലെയുള്ളവരുടെ അഭിപ്രായം. കൊല്ലണം, തിരിച്ച് അവരെ കൊല്ലണം, കഴുമരത്തിൽ കയറ്റണം. കണ്ടില്ലേ, ഒരു സ്ത്രീ അന്യനാട്ടിൽ പോയിട്ട്
വർഷങ്ങളോളം കൂടെ ജോലി ചെയ്തു, കൂടെ ജീവിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനം അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം, ഇഞ്ചക്ട് ചെയ്ത് കൊന്നതിന് ശേഷം വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലാക്കി. എന്നിട്ടോ അവർക്ക് കിട്ടിയ ശിക്ഷിക്കും, എന്നായാലും ശിക്ഷിക്കും. തെറ്റ് തന്നെയല്ലേ? ഏത് നാട്ടിൽ ചെയ്താലും എവിടെ ചെയ്താലും എങ്ങനെ ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഇതുപോലെയുള്ള നിയമങ്ങൾ വരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നവരോട്, ഇന്ത്യ ഭരിക്കുന്നവരോട്, കേരളം ഭരിക്കുന്നവരോട് എൻ്റെ അപേക്ഷ, ഇതുപോലെയുള്ള ശിക്ഷകൾ ഗൾഫ് നാടുകളിൽ ശിക്ഷിക്കുന്നത് പോലെ ഈ നിയമം ഇവിടെയും പ്രാബല്യത്തിലായാൽ ഒറ്റത്തനും സ്ത്രീകളുടെ നേരെ കൈ പൊങ്ങില്ല എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം പോലും ഉണ്ടാവില്ല. ഓക്കെ.